കിട്ടി വാടാ കിട്ടി വാ പോരെ പോരെ പോരെ. ഒരാള് ക്യാരി ഇട്ട് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാതെ കയറാൻ പറ്റത്തില്ലല്ലോ. അവൻ അക്സെപ്റ്റ് ചെയ്ത് തന്നു. വാ വാ കയറി 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 വാ. അല്ല അവൻ അക്സെപ്റ്റ് ചെയ്തല്ലേ, അവന്റെ സമ്മതത്തോടാണല്ലോ അവൻ നമ്മള് തോളത്തോട്ട് കയറിയേ. അല്ലാതെ നമ്മള് സമ്മതിക്കാവില്ലല്ലോ കയറിയത്. അവന്റെ സമ്മതത്തോടല്ലേ നമ്മുടെ തോളത്ത് കയറിയത്. ഹായ് ബ്രോ. മാസൊക്കെ അടിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ആലോചിക്കണ്ടേ? മണ്ടനാണോടാ? അല്ലല്ല നമുക്ക് നമുക്ക് എടാ 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 ഒറ്റ മിനിറ്റ് എടാ ഒന്ന് ദൈവത്തെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് വേണം. അതായത് ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് വേണല്ലോ. ഒന്ന് ദൈവത്തെ വിളിച്ച് കൺഫേം ചെയ്യണം. ഒന്ന് ഹെൽപ്പിട്ട് കൺഫേം ചെയ്യും. അതിനാണ് പുള്ളി ഇവിടെ തന്നെ വെറുതെ വിടാം. ഡെഡ് ക്യാരി ഒന്നുമില്ല പുള്ളിക്ക്. ജീവനുണ്ടേ ഡെഡ് ക്യാരി ഒന്നുമല്ലേ? വെയിറ്റ് വെയിറ്റ് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. ഇപ്പിട്ട് വിളിച്ചടാ എല്ലാരും. എനിക്കും ഡൗട്ട് ഉണ്ട്. ആ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം ബ്രോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബ്രോ ഇപ്പൊ ഇവിടെ ഒന്ന് ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. അതൊക്കെ വഴി അതൊക്കെ പറയാം. അത് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചോദിക്കാം. നമുക്കത് ദൈവത്തിനോട് ചോദിച്ചിട്ട് കൺഫേം ചെയ്യാം. എന്നിട്ട് ബാക്കി പറയാം. അതൊരു റേഡിയോയിലൊന്നും കോൾ കൊടുക്കില്ല. നമ്മളൊന്ന് ഹോൾഡ് ചെയ്തേക്കോണേ. നമ്മൾ ആരും റേഡിയോയിലൊന്നും കോൾ കൊടുത്തിട്ടില്ല. അതൊരു ഹോൾഡ് ചെയ്ത് വെച്ചേക്കോണേ. അതുവരെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കോണേ. ദൈവത്തെ വിളിച്ചോടാ. വന്നോടാ. ഞങ്ങളെ ഒരു EBSന് ഒരുത്തിന് ക്യാരറ്റ് എടുത്തപ്പോ ഈ അടിച്ച് കേറിയിട്ടുണ്ട് തോളത്തി. സേഫ് സോണിന്നാ കേറിയത്. ക്യാരി അക്സെപ്റ്റ് ചെയ്ത് പോകാൻ തന്നെയാ. അപ്പം ഞങ്ങള് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? അത് നോക്കട്ടെ. ആ അതാണ് നിങ്ങളൊന്ന് നോക്കണേ ബാക്കിയുള്ളവര്. വരുന്നില്ലല്ലോ ആരും. നമുക്ക് ഗ്യാങ്സ് കൊണ്ടുപോയിട്ട് വിട്ടാ പോരെ. നമുക്ക് ഇച്ചിരി മാറി നിന്നിട്ട് വിളിക്കാം. ബ്രോ അങ്ങ് ഓടിപ്പോലെ. നമ്മൾ ഹോൾഡ് ചെയ്യുവാണേ. നമുക്ക് ദൈവത്തിനോട് ചോദിച്ചിട്ട് വാക്കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ബ്രോയെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവിടും. ഓക്കെ ആണോ ബ്രോയ്ക്ക്? ഓക്കെ ആണോ? ഹലോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ ഇടും. ട്രിഗർ ഇല്ല. ആദ്യം ദൈവത്തെ വിളിച്ച് നമ്മൾ കറക്റ്റ് ആണോ എന്ന് ചോദിക്കാം. എടാ ഒന്ന് ഹെൽപ്പിട്ട് വിളിച്ചാടാ. എല്ലാരും ഹെൽപ്പിട്ട് വിളിച്ചാടാ. ചുറ്റിനും എല്ലാരും ഹെൽപ്പിട്ട് വിളിച്ചേ. എല്ലാരും ഒരു ഹെൽപ്പ് കിട്ടെ. ഹലോ ദൈവം. ഹലോ വന്നാ? ദൈവം പ്ലീസ് ചെക്ക് റിപ്പോർട്ട്. ബ്രോ അതുവരെ കോളൊന്നും കൊടുക്കല്ലേ. നമ്മൾ പിടിച്ചേക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ബ്രോ എന്താന്ന് വെച്ചാൽ ഒരു കോളും കൊടുക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ടും കൊണ്ടുപോയില്ല. ഓക്കെ ഞങ്ങൾ എങ്ങും കൊണ്ടുവന്നില്ല. ഇവിടെ തന്നെ വിടും നിന്നെ. പേരെന്താ? ഹലോ എന്റെ പേര് റെക്സോ. REC. ഓക്കെ. ഇത് നോർമൽ ക്യാരിയാണ് ഇട്ടത്. മനസ്സിലായ? അല്ല മറ്റേ ഇമോട്ട് ക്യാരി അല്ല, നോർമൽ ക്യാരി ഇട്ടത്. നീ ഒന്നും നക്കല്ല. നീ ചാറ്റ് ചെയ്യല്ല. ഇങ്ങനെ ഈനൊക്കെ ചാറ്റ് ചെയ്തിട്ട് ഈ നിക്കുമ്പോ കഴിയുന്നത് ഈനക്കല്ലേ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നിന്നോടല്ലല്ലയാ. നീ എക്സ്റ്റാറ്റഡ് അല്ലേ? അത് ടീ നക്ക് ഈ നക്കൂലേ? അപ്പൊ ഈ ടൈപ്പ് ചെയ്യുമ്പോ പോകും. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. അതിന് നിന്നോടൊന്നും പറഞ്ഞില്ല. നോക്കണല്ലോ. അതൊരു ഡൗട്ട് അല്ലേ നമുക്ക്? ബ്രോയ്ക്കും അതൊരു ഡൗട്ട് അല്ലേ? എനിക്കൊരു ഡൗട്ടും ഇല്ല. ബ്രോയ്ക്ക് ഡൗട്ട് ഇല്ല. നിങ്ങൾ കൊണ്ടോട്ടെ. ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ചേട്ടാ അത് നമുക്കൊരു ഡൗട്ട് ഉള്ളതല്ലേ നമ്മള് ചോദിച്ചത്.
എനിക്ക് ക്ലിയർ ആയി അറിയാം. എന്ത് ചൂടാവാതെ നീ ചൂടാവാതെ ചൂടായെന്ന് പറയുന്നത് ചൂടാവാതെ എന്താണ് നീ ചൂടാവല്ല നീ ചൂടാവാടാ. നമ്മള് ദൈവത്തെ വിളിച്ചേക്കല്ലേ. വെയിറ്റ് ദൈവമൊക്കെ വരട്ടെ. വരട്ടെടാ. എടാ മന്ദാരം ഞാൻ ഒരു ഡൗട്ട് ചോദിക്കണേ. അല്ലല്ലോ ദൈവം സംഭവം എന്താ വെച്ചാലേ ദൈവം ഞാൻ ഈ പുള്ളിക്കാരനെ കാരിയർ ഞങ്ങള് ഇവേഴ്സായിട്ട് സിറ്റുവേഷൻ ആയിരുന്നു ഓൾറെഡി. അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരനെ കാരിയർ റിക്വസ്റ്റ് ഇട്ട് പുള്ളിക്കാരനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങാമല്ലോ. സേഫ് സോണിൽ നിന്നാണ് അക്സെപ്റ്റ് ചെയ്തത്. ഒരു മിനിറ്റ് ഞങ്ങൾ പിഒ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞോ പിഒവിയോ ഇവരുടെ സൈഡിൽ നിന്ന് ഇവര് അൺവാണ്ടഡ് സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അപ്പൊ വീണ്ടും അൺവാണ്ടഡാ ബ്രോ 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 ഇപ്പൊ വണ്ടി വരെ ഇടിച്ചിട്ടാണ് പോയത്. വണ്ടി വരെ ഇടിച്ചിട്ടാണ് പോയത്. ഒരു മിനിറ്റ് അല്ല ബ്രോ അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഇതാ അതുവരെ പിന്നെ ഇവിടെ പിടിച്ചു നിർത്താല്ലേ നമുക്ക്. എത്ര അൺവാണ്ടഡാ ഇത്. എടാ ഇത് ഇന്ന് അവന്മാരെ കൊണച്ചിട്ടും പോയി നേരെ എന്നെ വണ്ടി ഇടിച്ചിട്ട് പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ എന്നെ വണ്ടി ഇടിച്ചിട്ട് പോയപ്പോ മാത്രമാണ് ഞാൻ വാണിംഗ് ഫയർ കൊടുത്തായിരുന്നു അത് പോകുന്നതിന് മുമ്പ്. എന്നിട്ടാണ് ഞാൻ വെടിവെച്ചത് തന്നെ. നിന്നോട് എന്താ പറഞ്ഞില്ല അവരെ നിന്നോട് എന്റെ അടുത്ത് കൊണയൊക്കെ പറഞ്ഞു. എന്റെ അടുത്ത് കൊണേ ആശ കൊണയല്ല. അവനും കൊണച്ചില്ലാണ്. അവനും കൊണച്ചില്ലേ. അവന്റെ പേര് വിൻസെന്റ്. എന്നാ ഓക്കെ എന്നാ അങ്ങനെ അൺവാണ്ടഡ് ആണ്. ഇങ്ങോട്ട് കൊണച്ചില്ലേ അവനെ ഫയർ ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞിട്ട് ടിഡിഎത്തിന് ഇവിടെ വന്നു. അപ്പൊ ഇവിക്സിൽ എടുത്തു ക്യാരി ഇട്ടു. അവൻ സ്വമേധയാ ക്യാരി അക്സെപ്റ്റ് ചെയ്തു. മറ്റേ ബഗിന്റെ ഇതെല്ലാം അല്ലാണ്ട് തന്നെ. അപ്പൊ അവനെ ഹോസ്റ്റ് എടുക്കാൻ പറ്റൂല. ആ ഒരു സ്കീമിനിടെ അവര് നമ്മള് മറ്റേ ഓൾട്ടിയൊക്കെ ക്യാരി കൊടുക്കത്തില്ലടാ. അത് കൊടുത്തു കഴിഞ്ഞാല് ഈ ഒക്കെ എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് അവൻ അക്സെപ്റ്റ് ചെയ്തു നമ്മൾ എടുത്തോണ്ടെങ്കിൽ പോയെന്ന് ആ വഴിക്ക്. എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാ. ഇപ്പതേ നമ്മുടെ അടുത്ത് സിറ്റുവേഷൻ ഓൾഡ് എന്നുള്ള രീതി പറഞ്ഞേക്കുക. ആ അല്ലല്ലോ ഞാൻ കൊണടിച്ച പിഒ എങ്ങനെ കാണിക്കാൻ പോലെ ഒന്ന് വെയിറ്റ് പറ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഞാനന്നില്ലേടാ ഏതോ ഒരു 18+ ഇമോട്ട് സ്പാം ചെയ്തേനെ. അത് ടിക്കറ്റ് അടിച്ചപ്പോ അവര് പറഞ്ഞത് ഈ എടാ ഞാൻ പറഞ്ഞ ഇത് മറ്റേതാ. ഇത് ഇമോട്ടല്ലടാ ഇട്ടത്. ഓൾട്ടിയൊക്കെയുള്ള കാര്യമില്ല ലിഫ്റ്റ് അപ്പ് അതാണ് ഇട്ടത്. പറഞ്ഞത് നമ്മൾ ഈ അടിച്ച് അക്സെപ്റ്റ് ചെയ്തത് നമ്മുടെ ഇതാന്ന്. അപ്പൊ പിന്നെ എങ്ങനെ അത് അൺവാണ്ടഡ് ആവുന്നേ? അതല്ല ഞാൻ എടുത്ത സിറ്റുവേഷൻ അൺവാണ്ടഡ് ആണെന്നാണ് ഇപ്പൊ അവരുടെ പ്രശ്നം. എടാ ഞാൻ പറട്ടെ ഞാൻ കയറി കൊണച്ച് അവനും തിരിച്ചു കയറി കൊണച്ച്. ഞാൻ കയറി കള്ളാന്നങ്ങ് വിളിച്ചളിയാ. വണ്ടിക്കകത്ത് എന്താ കട്ടോട്ട് പോകുന്ന കള്ളാന്ന് വിളിച്ച്. അപ്പൊ അവൻ തിരിച്ചു കയറി കൊണച്ച്. അവനും ഓരോന്ന് കൊണയ്ക്കാൻ തുടങ്ങി. അപ്പൊ എന്നിട്ട് ഇവ എന്നെ വണ്ടി ഇടിച്ചു. ഇവ എന്നെ വണ്ടി ഇടിച്ചടാ. വണ്ടി ഇടിച്ചപ്പോഴത്തേക്ക് ഞാൻ വാണിംഗ് ഫയർ എടുത്തിട്ട് ഇവന്റെ വണ്ടി കിട്ടി മേടിച്ചു. ആ അത്രേ ഉള്ളൂ. എച്ച്&എമ്മിന്റെ പാൻറ്റൊക്കെ ആണല്ലോ. നമ്മുടെ തേൻ എത്ര ലിറ്ററാണ് കട്ടത്? തേന്റെ ലിറ്റർ അനുസരിച്ച് പാന്റിന്റെ ഒക്കെ ബ്രാൻഡ് കൂടും. നമ്മള് സിഎം ആയിട്ടുള്ള സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തായിരുന്നു. സിഎം ആയിട്ടുള്ള സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യായിരുന്നു പറഞ്ഞു. അപ്പൊ സീനില്ല. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഓക്കെ എടാ എല്ലാരും ഗ്യാങ് വണ്ടി എടുത്തോ പൊക്കോട്ടെ. അപ്പൊ പോവാം. ആരോ പറഞ്ഞായിരുന്നു എനിക്ക് ഉറപ്പായത് പറ്റത്തില്ല. എടാ 9-11 തൊട്ടാണ് ഓസ്റ്റേ ടൈം കൂട്ടുന്നത്. പെട്ടെന്ന് ഗ്യാങ്സോ അളിയ വേറെ ആരെല്ലാം ഓടിച്ചേ? കേറുന്നില്ല. കോച്ചിന് ഒന്നാരല്ലോ വിളിച്ച സിറ്റി കേട്ടോടാ. കോച്ചിനെയാ? കോച്ച് പബ്ജി കളിക്കോ? അണ്ണൻ്റെ കൂടെ പബ്ജി കളിക്കോ?
ഹലോ മച്ചു എന്താ എന്ത് പറ്റി മിണ്ടാത്തെ? ഹലോ ഹലോ ഹായ് ഓ പറ മച്ചു എന്താ മിണ്ടാത്തെന്ന്? പേരെന്താ ബ്രോ? പേരെന്താ? പേരെന്ന് പറഞ്ഞില്ല. റക്ക് 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 ഓക്കെ ഓക്കെ ഓക്കെ. എന്താ വണ്ടി? എടാ 9-11 തൊട്ടാണ് ഓസ്ട്രേലിയ ടൈം കൂട്ടുന്നത്. പോകുന്നളിയാ ക്രൂസ് കൺട്രോൾ ചെയ്തായിരുന്നടാ. ക്രൂസ് കൺട്രോൾ ഇസഡാ. ആ അപ്പൊ ഇതില് നിന്റെ മാറി കിടക്കുമല്ലേ? അതെ ഒന്നുകൂടെ സേഫ് സോൺ കേട്ടു. ഞാൻ ഓടിക്കുക ആലോചിട്ട് ഒന്നുകൂടെ തിരിച്ച് സേഫ് സോൺ കേട്ടു. എടാ കണ്ണാപ്പി നീ ഇറങ്ങിട്ട് വേറെ വണ്ടി എടുത്തു പോവോ? ആരിലും ഒന്ന് 5019 വന്നടാ പെട്ടെന്ന് നമ്മുടെ ഗ്യാങ് വണ്ടി എടുത്ത് പെട്ടെന്ന് എന്തുവാ വണ്ടി ബഗ്. നമ്മുടെ വണ്ടി GH പോയിട്ടാ ചില്ലാവ്. നിങ്ങള് വെയിറ്റ് ചില്ലാവ് വെയിറ്റ്. അവന്റെ പോയോ കയ്യിലല്ലേ അണ്ണാ? അവൻ കയ്യിലുണ്ട് അവൻ പോത്തില്ല നല്ല വൈന. അണ്ണാ 5019 ഇല്ല നമ്മള് വീണ്ടും തിരിച്ചു കയറി. വേണ്ടേ ഒറ്റ മിനിറ്റ് സേഫ് സോൺ കേറിയടാ ഒന്ന് ഇറങ്ങി നോക്ക്. അതിന് ഇറങ്ങി ശരിയല്ലേ? ഒന്നുമില്ല. ഗ്യാങ്സ് വന്നു എല്ലാരും. ഗ്യാങ്സ് വന്നാൽ കാര്യം പറയാനുണ്ട്. സൂപ്പർ ചാറ്റ് എന്താ ഞാൻ കണ്ടില്ല. ഗെയിമർ ലൈസൻസ് സൂപ്പർ ചാറ്റ്. അലേശ്വറ അതിന് ഇവനെ വരെ ഗാർഡിയൻ എന്ന് വിളിക്കുന്നേ. എന്ത് പറ്റിയാടാ റക്കുണ്ണി? സൈലന്റ് ആവല്ലേ? എന്താണ് അത്? ആരെങ്കിലും ഒന്ന് വിളിച്ചു കാണുമ്പോ എനിക്ക് അതൊക്കെ ഒരു കൊതിയാവുന്നില്ല അണ്ണാ. റക്കുണ്ണേ ഓ ഹലോ കേക്കുന്നില്ല. എന്റെ സൗണ്ട് കുറവാറാ. എന്താടാ നിന് നേരത്തെ ഭയങ്കര താളമായിരുന്നല്ല വണ്ടിയുടെ എടാ. നീங்க ബേജാറാവുമ്പോഴല്ലടാ. ആ ഗോഡ് വന്നു നിർത്ത് ഒരിടത്ത് നിർത്തത്തെ. ഹലോ ഹോസ്റ്റേജ് ഒന്ന് പുറത്ത് വരണേ. ഹോസ്റ്റേജ് ഒന്ന് പുറത്ത് വരണേ. ഓസ്ട്രേലിയ മാത്രം. ഓക്കെ നല്ല ഇതിന് വേണ്ടി സേവ് നിന്റെ അടുത്ത് VC വരാൻ പറഞ്ഞു. സർവീസ് അല്ല സേവ് ചെയ്യാൻ. അവസാനം വരുന്ന വണ്ടി പെട്രോൾ ഒന്നും മൊത്തം സോറി അണ്ണാ. ഇവിടെ ആരോ ബർത്ത്ഡേ ആക്റ്റീവ് ആവുന്നവനൊക്കെ ഇവിടെ ആരാഷ്ടാക്കിട്ടാലും ബർത്ത്ഡേ ആക്റ്റീവ് ആവുന്നവനൊക്കെ അതാക്കും. അണ്ണാ ഞാൻ ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ട് അണ്ണാ. എന്താണ് അങ്ങനെ പറയല്ലേ? എടാ എന്താ ഇപ്പൊ എന്താ പറഞ്ഞത്? എന്താ നമുക്കിപ്പം നമുക്ക് ഗ്യാങ്സ് അവനോടല്ലേ പോകാൻ പറയാം. നമുക്കതറിയാൻ ആവശ്യമില്ല കേട്ടോ. കാരണം ഒന്നെക്കി നമ്മള് കൊണ്ടുപോയി. അവൻ ഞെക്കി. എടാ സേവിത്തോണിന്ന് ആരെങ്കിലും ഞെക്കുവളിയാ? ഞെക്കി കൊടുക്കുവോ? കാരി പങ്കടിച്ചൊന്നുമല്ല. മാനായിട്ട് അവന്റെ ന്യായവാദ. അതൊക്കെ എടാ ഞാൻ പറഞ്ഞേ അവന്റെ സ്ക്രീനിലല്ലേ വന്നത് ആ സാധനം. കണ്ടവൻ നിന്നെ പൊക്കാൻ നോക്കുന്നു. എന്തിനാണ് അവൻ വീണു കൊടുത്തത്? നമ്മളല്ലല്ല. This is our catch, our catch. Yes, yes. Kannabi deserves more corridor. അങ്ങനെ കോറിഡർ ഒന്നും അവനുള്ള ആഗ്രഹമൊന്നുമില്ല. നമുക്ക് ഒരു ഗാർഡിനൊക്കെ കിട്ടിയാൽ കൊള്ളാതൊരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ഇല്ല. അങ്ങനെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന നമുക്ക് ഇഷ്ടം. എല്ലാരും 10 കാൾ അടിച്ചു തീർത്തല്ല പടപടെ. സദയും സദയും സത്രണവദയും വടയും വരയും സത്രണവദയും ദസറി പെരസ്ത്രതപ്രണവനയും എത്തി എത്തി. ഓക്കേ പോരട്ടെ. കേറെ 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 ഇടിച്ചു കൊല്ലുവനെ. ഇത് ആരാണ് ഇത് ഓടിക്കുന്നേ? ആരാണ് ഇത് ഓടിച്ചത്? കില്ല് കിട്ടിയ എനിക്ക്. എടാ 2 ലോയാലിറ്റി പോയിന്റ് അല്ലടാ ഇപ്പൊ പോയത്. ലോയാലിറ്റി പോയണ്ടാ. എടാ 2 ലോയാലിറ്റി പോയിന്റ് പോയാളിയാ. ദോ കിടക്കുന്നു. ഇല്ല നീ സ്പീഡാ അന്നേ. കുഴപ്പമില്ല. ഹലോ ബ്രോ. ഹലോ കേക്കാ ബ്രോ പറഞ്ഞോ.
ഹലോ ഹലോ ബ്രോ കേക്കോ? ഹലോ കേക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യണേ. നമ്മള് ഗ്യാങ് ഹൗസിലോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. അതാ ഓടിച്ചാളുടെ പേരെന്ന് പറഞ്ഞു. ഓടിച്ചാളുടെ പേര് ജൂഡ്. ഇല്ല പോവില്ല. കണ്ണാപ്പി നീ ഒരു ട്രിഗർ ആക്കല്ലേ അവനെ. ഓൾഡ് ചെയ്യാൻ പറഞ്ഞ ദൈവം വന്നിട്ട് ഓൾഡ് ചെയ്യാൻ പറഞ്ഞ. വെയിറ്റ് പിന്നെ hold ചെയ്യാൻ പറഞ്ഞോ? പിന്നെ ഓൾഡ് ചെയ്യാൻ മഹാരായിട്ട് സിറ്റുവേഷൻ എടുത്ത് തൊല്ലയാണ്. എന്തൊരു കഷ്ടം. 10 പ്രാവശ്യം ഓൾഡ്. സാലറി ഒന്നും നിനക്കിരിക്കട്ടെ ഒരു ബിരിയാണി. ബോഡി എന്താണ് ഇവരുടെ? ബോഡി ഉണ്ട്. അതല്ല നമ്മുടെ ആൾക്കാരുടെ പൊക്കിയില്ലേ? നമ്മുടെ ആൾക്കാരെ സുഭാഷത്ത് വേണം മരട്ട് വള്ളി എടുക്കാനായിട്ടാ. ഇപ്പൊ തന്നെ പെട്രോൾ അടിച്ച് മാറുകൂടെ മോൻ എന്താടാ നഴ്സറി വല്ല തുടങ്ങണല്ലേ? ഇവന്മാർക്ക് അപ്പോഴെപ്പോഴും പോയിട്ട് അഡ്മിനിസ്ട്രേഷനോട് പോയി കരയാം. എന്താ കുണ്ടാ 3000 ആളുകളുടെ മനസ്സിൽ നീ ഗാർഡിയനാണ്. ഞാൻ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലേ മെച്ചൂർഡൊക്കെ അല്ലേ സിറ്റുവേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്തേല്. സത്യം പറയണേ സത്യം പോലെ. ഹലോ പറയടാ. ഞാൻ മടുത്തള്ളി ഇവനെ തോളത്ത് വെച്ചോണ്ട് ഞാൻ താഴോട്ട് വെക്കുക. ഇവരാരെല്ലാം നോക്കിയാ മതി. എന്നെ മനസ്സിലാക്കൂ. ഇങ്ങോട്ട് വരൂ. വിട്ടുന്നില്ല. അവിടുന്ന് വല്ലതും നീ കേറി എടുത്തത്? അവിടുന്നല്ലേ ക്യാരി എടുത്തേ. പക്ഷെ ബോട്ടിന്റെ അടുത്തല്ല നിന്ന് ഇച്ചിരി മാറി നിന്നവൻ. അതാ അത് ദൂരം അവിടെ തിരക്കല്ലായിരുന്ന. അവൻ ബോട്ടിന്റെ അടുത്തല്ല നിന്നത്. എടാ എന്നാലും അളിയ ഒരു മര്യാദ വേണ്ട. ലെഫ്റ്റ് സൈഡിൽ മേലെ എഴുതി കാണിക്കുന്നില്ല ക്യാരിന്ന്. അല്ല അവന്റെ അടുത്ത് ഇത് കാണിക്കാൻ പറ. POV കാണിക്കാൻ പറ. മറ്റേ ബ്ലിപ്പിന്റെ ഇതാക്കിയാണോ നോക്ക്. അടുത്ത് POV കാണിക്കാൻ പറ. അല്ല അത് നമുക്ക് കാണണം. എല്ലാത്തിനോടെ POV അവൻ അവിടെ വെച്ച് ഈ അടിച്ചെങ്കിൽ അവന്റെ മറ്റേ മെനുവും കൂടെ ഓപ്പൺ ആവും. മെനുവും കൂടെ ഓപ്പൺ ആയിട്ട് ഞാൻ വലിച്ചോണ്ട് കൊണ്ടുവരില്ല. അവന്റെ മെനു ഓപ്പൺ ആയിട്ടില്ല. ഞാൻ നിന്നടുത്ത് മെനു ഇല്ലായിരുന്നല്ല. അല്ല അവന്റെ POV നോക്കിട്ടെ പറയണ അവര്. അവന്റെ POV കാണിക്കാൻ പറ. വെയിറ്റ് എന്നിട്ട് നമുക്ക് നോക്കാം. ഹലോ എന്തായി ബ്രോ? ഹലോ കുട്ടാ എന്തായി? സംസാരിക്കായിരുന്നു. നീ ഡിസ്കോളിലുണ്ടോ അളിയാ? ഞാൻ ഇരിപ്പുണ്ട്. അവൻ ഈ അടിച്ച് റൂമിൽ കയറാൻ എന്തിനാ നിന്ന്? അതാണ് സംഭവം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളല്ലേ അത്. അത് POV കാണിക്കട്ടെ. അവന്റെ POV കാണിക്കട്ടെ. അല്ല എന്നാലും അവൻ മേളിൽ എഴുതി കാണിക്കില്ല. സമ്മണി കാര്യം അവന്റെ കണ്ണു കണ്ടു. ഓ ഇത്ര സമയം അതാ കറക്റ്റ്. അപ്പൊ അവൻ കൊറേ നേരമായിട്ട് അവിടെ നിൽക്കുക. ഹലോ ബ്രോ പേരെന്താ? അല്ലെങ്കിൽ മോളെ എഴുതി കാണിക്കുമല്ലോ. അവന് കണ്ടുകൂടി. അതുകൊണ്ട് മനസ്സിലായ ചിലപ്പം പേടിച്ചിട്ട് TDM കയറാൻ പോയതായിരിക്കണം. എടാ ഞാൻ നിന്നെന്ന് പറഞ്ഞ ഇവന്റെ തൊട്ട് ബാക്കിലാണ്. ഞാൻ നിന്നവന്റെ തൊട്ട് ബാക്കിലാണേ. എനിക്ക് അവിടെ ബ്ലിപ്പ് കാണിച്ചിട്ടില്ല. ഈ ഞെക്കാനുള്ള ബ്ലിപ്പ് കാണിച്ചിട്ടില്ല. അവന്റെ ഫ്രണ്ടിൽ തന്നെ 2 പേര് നിപ്പുണ്ട്. എന്നിട്ടും അവനെ ഈ ബ്ലിപ്പ് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ എടാ ഇത് സംഭവം അവൻ ഞെക്കാൻ നോക്കി. പക്ഷെ ബ്ലിപ്പ് വന്നിട്ടില്ലടാ. അറിഞ്ഞോടാ.
എടാ സാർക്ക് നീ ഇത് സംസാരിച്ചിട്ട് ഇതാക്കിയില്ലെങ്കിൽ എന്നെ വിളി, ഞാൻ വീശി വരാം, ഞാൻ സംസാരിക്കുന്നത്. അവന്റെ മിസ്റ്റേക്ക് അല്ലേ നീ ഇത്. ഹലോ ഇതെന്താ ഇത് ഇത് EVXന്റെ മറ്റേ ഗ്യാങ്സ് അല്ല, ഇവിടെ നിക്ക് ബ്രോ. ബ്രോ നമ്മളിവിടെ മിണ്ടിയും പറഞ്ഞിരിക്കാം ബ്രോ. കാലത്ത് നീ അവള് പിന്നെ അടിയായ പാടിയല്ലേ അത് ഞാൻ ആരുമായിട്ടായിരുന്നു കുറച്ചായെന്ന് പറഞ്ഞു കഴിഞ്ഞാ ബാക്കി സമയം നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ മറ്റേ അൺവാണ്ടഡ് ഉണ്ടാക്കുമല്ലേ ബ്രോ, മനസ്സിലായോ? അതുകൊണ്ട് ബാക്കിയുള്ള ഗ്യാങ്ങുകാർക്ക് ഇതൊരു വാറടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചായെന്ന് നിങ്ങൾ പറഞ്ഞത്. ഇവിടെ ഉമ്മാര് എന്നെ ഒരു വാറടിച്ചിട്ട് എന്നെ 3-4 മാസം കഴിഞ്ഞ്. ഞാനിട്ടെ നിങ്ങളൊരു ഗ്യാങ്ങിലുള്ളവരല്ലേടാ? ബ്രോ നിങ്ങൾ ഒരു ഗ്യാങ് അല്ലേ ബ്രോ? ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ഗ്യാങ് ആയത്? അതൊന്നും കേക്കട്ടെ. നിങ്ങള് നല്ല നല്ല ആക്ടിവിറ്റീസ് ചെയ്യാനും അല്ല, നമ്മളെ നല്ല നല്ല ആക്ടിവിറ്റീസ് ചെയ്യാനും നിന്നെ മറ്റേ തല്ലാൻ വരുന്നവരെയൊക്കെ തല്ലാനും അല്ലേ വേറെ കുറെ ആയിട്ട് വരുന്നവന്മാരെയും. ഇത് ഈ തല്ലാൻ വരുമ്പോഴത്തേക്ക് സാറുമാരുടെ അടുത്ത് പോയി കരയുന്ന പരിപാടി എന്തിനാ ബ്രോ കാണിക്കുന്നത്? തല്ലാണെ തല്ലി തീർക്കണം ബ്രോ. തല്ലാൻ വരുന്നവരെ തല്ലണം, കൊല്ലാൻ വരുന്നവരെ കൊല്ലണം. കടിമൂത്തവരും ചൊറിഞ്ഞായിരുന്നവരൊക്കെ എന്താക്കാനാ? ഓ ഞങ്ങള് തന്നെ. പക്ഷെ ഞങ്ങൾ കള്ളന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കണ്ടാലും കെട്ടിയിട്ട് തല്ലും, കെട്ടിയിട്ട് ചൊറിഞ്ഞിട്ട് തിരിച്ചു കിട്ടുമ്പോ കരയുന്നൊക്കെ എന്താണല്ലേ? ഓ ബ്രോ നമ്മുടെ ഗ്യാങ്സാ കൊണയടിക്കല്ലേ? വെയിറ്റ് ആക്ക്, നമ്മുടെ ഗ്യാങ്സാ ഇവിടെ കൊണയടിക്കാതെ EVXന്റെ പട്ടിക്കൂടല്ലേ ഇത്, പട്ടിക്കൂടല്ലേ ഇത്, നമ്മുടെ ഗ്യാങ്സാ, മനസ്സിലായോ? കൊണയടിക്കാതെ. എടാ സേഫ് സോണിൽ നിന്ന് ആയതുകൊണ്ട് ഹോസ്റ്റലിനെ വിട്ടേക്കാൻ പറഞ്ഞ്, അത് അങ്ങനെ എടുക്കാൻ ഒക്കത്തില്ല സേഫ് സോണിൽ നിന്ന്. പിന്നെ സിറ്റുവേഷൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവര് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അല്ല ഇത് സോൾവ് ചെയ്ത് വിടാനാണെന്നുണ്ടെങ്കിലും മാന്യമായിട്ടുള്ള രീതിയിൽ അവള് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് മാന്യമായിട്ട് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പക്ഷെ സിറ്റുവേഷൻ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവാം. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് അവൻ അക്സെപ്റ്റ് ചെയ്തിട്ടല്ലേ സേഫ് സോണിൽ എടുത്തോണ്ട് വന്നത്? അല്ലല്ല, സേഫ് സോണിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഇവനെ വിട്, എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു വട്ടം കൂടി കിട്ടും. വേറെ കിട്ടും, വേറെ കിട്ടും. നമുക്കാണ് പണി. ഓ എനിക്കറിയാം പോയിട്ടോടാ ഓടിക്കോ, ഇവിടുന്ന് ഗ്യാങ്സ് വരെ ഓടി നോക്കോ. ഇല്ല ഞാൻ എങ്ങനെ പോകും? കോഫി മര്യാദക്ക് വിട്ടാണ് ഗ്യാങ്സിൽ കൊണയടിക്കില്ല. പോ മിണ്ടാ പൊക്കോ, ഇവിടെ നിന്ന് കൊണയടിച്ചു കഴിഞ്ഞാൽ വീണ്ടും എടുക്കും. ബ്രോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ദൈവം, അപ്പൊ ഒന്ന് ചെന്നിട്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞോണേ. അല്ലല്ല നീ ഇവിടെ കൊണയടിക്കുവാണോ നിന്നെ ഇവിടെ പോയത് അവനോട് കൊണക്കാനൊന്നും പറ്റൂല നമുക്ക്. അപ്പൊ ഇങ്ങോട്ട് കൊണക്കാൻ പറ്റോ? അവൻ ഇങ്ങോട്ട് കൊണക്കുന്നേ, അവൻ ഇങ്ങോട്ട് കൊണക്കുന്നേ, അവൻ ഇങ്ങോട്ട് കൊണക്കുന്നേ. അവന്റെ അടുത്ത് ഓടി, നീ ഒറ്റ മിനിറ്റ്. അല്ല ബ്രോ ഒന്ന് ഓടിപ്പോണേ ബ്രോ, നമ്മുടെ ഗ്യാങ്സ് ആണ്, ഒന്ന് ഓടിപ്പോണേ. ഹലോ അല്ല ബ്രോ ഒന്ന് ഓടിപ്പോണേ ബ്രോ, നമ്മുടെ ഗ്യാങ്സ് ഒന്ന് ഓടിപ്പോണേ. ബ്രോ പറയണത് കേട്ടാ മതി ബ്രോ. ബ്രോ പറയുന്നേ ബ്രോ, ബ്രോ ഒന്ന് ഓടിപ്പോണേ. ഇതൊക്കെ എന്താടാ എടാ മന്ദ, ഇതൊക്കെ എന്ത്? അല്ല ഇത് ഇവന്റെ അടുത്ത് ഗ്യാങ്സ് ഓടിപ്പോകാൻ പറഞ്ഞു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആ ടൈമിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഗ്യാങ്സ് തന്നെ ഇരിക്കണമല്ലോ. നമ്മളിപ്പോ പോയി കൊണച്ചാ പിന്നെയും വലിച്ചു നമ്മളൊന്നും ചെയ്യല, അവര് ഇങ്ങോട്ട് ഇതാക്കും, അവര് അവനെ കൊണ്ട് വിട്ടപ്പോഴത്തേക്ക് ഇതെന്താ അവൻ ട്രിഗർ ചെയ്യുന്ന എന്തിനാ ഇങ്ങനെ? അവന്റെ അടുത്ത് ഓടിപ്പോകാൻ പറഞ്ഞല്ലേ? അവന്റെ ഓത്ത മെസ് വിട്ടോ. കണ്ണാപ്പി എനിക്ക് ബിരിയാണി കിട്ടിന്ന് പറഞ്ഞേ, നിനക്ക് കിട്ടിയായിരുന്നാ? ബിരിയാണിയോ? ആ എന്താ പറയാ, എനിക്കറിയത്തില്ല. എന്താടാ നിനക്ക് കിട്ടിയാടാ? പക്ഷേ അങ്ങോട്ട് പറഞ്ഞിട്ടെ. ആ എനിക്ക് കിട്ടി. എന്ത് ബിരിയാണി? എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ
ഞാൻ പറയട്ടെ എടാ നമുക്കെടാ അല്ല സൂപ്പർ ചാറ്റിന്റെ വന്നതാ. എന്താണ് ഇപ്പൊ പ്ലാൻ? ഞാൻ സൂപ്പർ ചാറ്റ് ഉണ്ടായിരുന്നു, ഗോതമ്പ് ഉണ്ടായിരുന്നു. എന്താണ് ബിരിയാണി എന്താണ് എനിക്ക് മനസ്സിലായില്ല. എടാ നീ പറഞ്ഞോളത്തെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ലടാ പറഞ്ഞേ. ആ അതെ അതെ കമ്മ്യൂണിക്കേറ്റ് പറഞ്ഞു. അപ്പൊ ഇതില് ഇനിഷ്യൽ സിറ്റുവേഷൻ ഇല്ലേ? ഇനിഷ്യൽ സിറ്റുവേഷൻ ഇല്ലേ? അപ്പൊ ഇതില് എന്താടാ റേഡിയോ മാന്യമായിട്ട് അവര് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒന്നെങ്കിൽ സോൾവ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതല്ലാത്ത പക്ഷം നമുക്ക് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാമെന്നാ പറഞ്ഞേക്കുന്നത്. മനസ്സിലായില്ലേ? അവരങ്ങനെ സോൾവ് ചെയ്യാൻ നിന്നില്ലെന്നുണ്ടല്ലേ? അല്ല ഇപ്പൊ അവന്മാരുടെ കോണ്ടാക്ട് ചെയ്യണം. അവന്മാരുടെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യണം നമ്മള് റേഡിയോയില്. അതാ കോണ്ടാക്ട് എന്നാ കോണ്ടാക്ട് 405 ഇട്. ഇടറാ. ഞാൻ വിട്ടടാ സാർക്ക് ഇനിഷ്യൽ ആയിട്ടില്ലടാ. സാർക്ക് ഇനിഷ്യൽ ആയിട്ട് ഏടാ എടാ ഞാൻ പറയട്ടെ. ഹലോ 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 കേക്കാവോ? ഹലോ എടാ ഞാൻ ഒരു കാര്യം ചോട്ടെ. എടാ ഇനിഷ്യൽ അടിച്ചിട്ടില്ലല്ലോടാ. ഇനിഷ്യൽ അടിക്കാതെ എങ്ങനെയാടാ നമ്മള് ഡയറക്റ്റ് ഇനീഷ്യൽ ആയില്ലേ? നീ നേരത്തെ അടിച്ചില്ലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് സിറ്റുവേഷൻ നീ നേരത്തെ അടിച്ചില്ലടാ. ബ്രോ ഇല്ലേ? ഹലോ ഇവിഎക്സ്. ഹലോ ഹലോ ഇവിഎക്സ്. ഹലോ ഹലോ ബ്രോ കേക്കാമോ? ഇവിക്സ് എല്ലാം ഉണ്ടോ? ഹലോ ഹലോ ബ്രോ ബ്രോ ഇവിക്സ് എല്ലാം വന്നേക്കുന്നത്. ഹലോ കേക്കാമോ? ഹലോ 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 ഹലോ. നമ്മുടെ റേഡിയോള്ളവന്മാരും അത്ര പേരുള്ളൂ. എടാ നമ്മുടെ പിള്ളേരാണ് റേഡിയോ മൊത്തം. ഹലോ ഹലോ ഇവിഎക്സ്. ഹലോ ഇതാരാണ്? നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് അപ്പുറം. നിങ്ങളുടെ പേരെന്താ? എന്തൊരു കഷ്ടമൊക്കെയാടാ. ഇടുമ്പോ അറിയിക്കാം. നിന്നെ ഒന്ന് കാണാതിരിക്കായിരുന്നു ആക്ച്വലി. കേക്കാമോ? ഇത് അമ്മ മുണ്ടാത്തയാ. മനസ്സിലായോ? സിറ്റുവേഷൻ എന്ന് പറഞ്ഞ ശരി സർ. ഇത് മുതുക്കിന്ന് റിപ്പയറിന്റെ അവിടെ വെച്ച് കണ്ണാപ്പിയായിട്ട് എന്തൊരു കൊണയായി. എന്നിട്ട് അവിടെ വാണിംഗ് ഫയർ കൊടുത്ത് ഫയർ ചെയ്തു നമ്മള്. അത് കഴിഞ്ഞ് TDM ചെന്നപ്പോഴത്തേക്ക് ഒരു യുഎസിലെ പയ്യനെ കണ്ടു. അപ്പൊ അവന് മറ്റേ ഓൾട്ട് വെച്ചുള്ള സാധാ കാര്യമില്ല, അത് ഇപ്പൊ എടുത്തു. അപ്പൊ അതിനവൻ അടിച്ചു. എന്നിട്ട് അത് സേഫ് സോണിൽ നിന്നായോണ്ട് അവനെ വെറുതെ വിട്ടു. അപ്പൊ അവിടെ വരെ എത്തി നിൽക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുവാണോ അതോ വാറാണോ പ്രിവാറാണോ ആ ഒരു സ്കീം എത്തി. ഹലോ ഇവിഎക്സ് ആരെങ്കിലും ഉണ്ടോ? കേക്കാവോടാ? നിങ്ങളാരും ഉണ്ടോ? നീ കേക്കാവോ? എന്താണ് ഇത് ബ്രോ? എടാ ഞാനൊരു ഹലോ ഇവിഎക്സ് ഉണ്ടോ? റേഡിയോയിലായാലും ഇവിഎക്സ് ഉണ്ടോ? ഹലോ ഒന്നും ഉണ്ടെങ്കിൽ പറയ ബ്രോ. ഇല്ലെങ്കിൽ ഇല്ലടാ റേഡിയോക്ക് നമ്മള് മാത്രമേ ഉള്ളൂ. സിറ്റുവേഷൻ താല്പര്യമില്ല. നമ്മുടെ ആൾക്കാര് നമ്മുടെ ആൾക്കാരൊക്കെ റേഡിയോ ഞെക്കി പിടിച്ചടാ. പേരിട്ടോ നമ്മുടെ എല്ലാരും പേരിട്ടോ. പേരിടാണ്ട് ആരുണ്ട്? യൂസർ ആ പറഞ്ഞോ ബ്രോ. ബ്രോ നമ്മളൊരു 10 മിനിറ്റ് ബ്രോ. എന്താണ് കണക്ടിങ് ഇഷ്യൂ ഉണ്ട്. 10 മിനിറ്റോ? എന്ത് 10 മിനിറ്റ് ബ്രോ? പ്രീവാർ ആയിട്ടില്ലല്ലോ അതിന്. എന്ത് 10 മിനിറ്റ്? എന്താ ബ്രോ? പ്രീവാർ ആയിട്ടില്ലല്ലോ. എന്ത് 10 മിനിറ്റ് ആയിട്ടില്ല ബ്രോ. പറയാം. എന്താ നിന്റെ സൗകര്യത്തിനൊന്നും വന്ന് എടുക്കാൻ പറ്റില്ല. ഇനിഷ്യലാണ്. നിന്റെ കണക്ടിങ് ഇഷ്യൂ ഒന്നും നോക്കിയിരിക്കാൻ പറ്റില്ല. കണ്ട എവിടെ പേർ കിട്ടാലും കണ്ടാ അടിക്കും. മനസ്സിലായോ? പിന്നെ ഈ എന്താണ്? ആ അതെ ഇപ്പൊ വരും ബ്രോ. ഇപ്പൊ വരും. കോ ലീഡർ കുറച്ച് കഴിഞ്ഞു. ലീഡർ ഇപ്പൊ വരും. ആ ഓക്കെ ഓക്കെ. സംസാരിക്കുന്ന നിങ്ങള് കോ ലീഡർ ആണ് ഈ വീക്സിന്റെ.
പേരെന്താ 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 ഹലോ ഈ ആരൊക്കെ മറ്റേ മറ്റേ ക്യാരിട്ടയിൽ എല്ലാം പിടിച്ച് നടക്കുന്നവരാണ് ഈ അല്ല ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ ഞാൻ ഇനിഷ്യൽ അടിക്കാൻ ലീഡറോ കോലീഡറോ സംസാരിക്കണമെന്നുണ്ടോ ബ്രോ ഇനിഷ്യൽ അടിക്കാനായിട്ട് ഒരു ഗ്യാങ്ങിന്റെ റെപ്രസെന്റ് ആയിട്ട് വരുന്ന ഇനീഷ്യൽ അടിക്കാൻ അല്ല ബ്രോ ഇപ്പൊ അവരില്ലാത്തപ്പോഴത്തേക്കും നമുക്ക് അല്ലാതെ സംസാരിക്കാമല്ലോ ബ്രോ മെമ്പേഴ്സ് സംസാരിക്കാമല്ലോ അല്ല ബ്രോ കോലീഡർ ലീഡർ നിങ്ങളെ സൗകര്യത്തിനല്ല മനസ്സിലായോ എടാ നിന്റെ സൗകര്യത്തിന് ഇപ്പൊ അവര് കയറണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല മനസ്സിലായോ നിന്റെ സൗകര്യത്തിന് ഇത്ര ദിവസം നമ്മളങ്ങ് നിന്ന് മനസ്സിലായാ നിന്റെ ഒക്കെ തോന്നിയ സൗകര്യത്തിന് നിന്ന് ഇനിയിപ്പോ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ നിങ്ങള് ബ്രോ പറയാം കണക്ടിങ് ഇഷ്യൂ ഉണ്ട് കുറച്ച് പേർക്ക് ഇതൊക്കെ എന്താടാ ഇതൊക്കെ പറയാന്ന് എന്ത് പറയാന്നത് ചെയ്യുന്നുണ്ടോ എന്താണ് അതോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒന്നുകൂടി എടാ പ്രീവാറല്ലേ മണിയാ എടാ അവൻ ലീഡറോ കോലീഡറോ ഉണ്ടല്ലോ സംസാരിക്കത്തുള്ളൂ അമ്മ അടുത്ത് അവൻ ലീഡറോ കോലീഡറിനോട് സംസാരിക്കുള്ളൂ എനിക്കാണ് വാസണ പോരണോ വാസണ്ണ ഒരു 10 മിനിറ്റിനുള്ളിൽ വരത്തില്ലടാ 10 മിനിറ്റിനുള്ളിൽ വാസണ്ണ വരുമല്ലോ എടാ എന്തോ പറയുന്നേ എന്താ അവരെന്താ പറയുന്നത് ലീഡറും കോലീഡറും ഉണ്ടെങ്കിൽ സംസാരിക്കത്തുള്ളൂ അമ്മമാര് പിള്ളേര് നമുക്ക് അടിക്കാം അവന്മാരെ വിളിച്ചപ്പോഴത്തേക്ക് അവന്മാര് പറയണേ നമുക്ക് അടിച്ചോളാം ഇനി ഒരു എടാ അതല്ലേ പറഞ്ഞേ ഞാൻ വന്നപ്പോ തൊട്ട് അതാണ് അവന്മാര് പറഞ്ഞോണ്ടിരിക്കണേടാ എന്നെ കൊന്ന് പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളു നട്ടലിന് വരെ വാഴപ്പിണ്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവം ഇവന്മാരാണ് CM-ലും തെണ്ടികളാണ് ഇവന്മാര് ഇവന്മാര് മറ്റേ ഇവന്മാരാണ് മറ്റേ അമ്പികളാണെങ്കി ഇവന്മാര് മറ്റേ അതിലും അണ്ണന്മാര് അൺവാണ്ടഡ് ഗ്യാങ് എന്നാണ് ഇപ്പൊ അവന്മാരെ അറിയപ്പെടുന്നത് വണ്ടി ജോലിയിലേ ഇല്ല മറ്റേ റേഡിയോ ഇറങ്ങട്ടെ ഇപ്പൊ ഇതിന്റെ കാര്യമില്ലല്ലോ ഇല്ല ഞാൻ ഇറങ്ങി എന്തിനാണ് നീ എന്തിനാ അവിടെ നിൽക്കുന്നത് പോയി കേറാ ഏബലിന്റെ അവസ്ഥ അതോ എല്ലാരും ഒന്ന് മാറ്റണേ എന്താ ലീഡർ കോലീഡറോട് സംസാരിക്കാൻ അവൻ ആര് എനിക്ക് അറിഞ്ഞൂടാ ആളിയാ അവൻ വേറെ ആരോട് സംസാരിക്കില്ലെന്ന് ചേച്ചെടുത്തിട്ട് അവനെ എന്തിനാ ഇറക്കി വിട്ടേ അത് മറ്റേ സേഫ് സോണിൽ നിന്ന് എടുത്തോണ്ടെന്ന് പറഞ്ഞു എടാ അവൻ അക്സെപ്റ്റ് ചെയ്താണ് കൈ കയറിയത് മനസ്സിലായ അത് സേഫ് സോണിൽ എടുത്തോണ്ടെന്ന് പറഞ്ഞു എല്ലാരും ഡ്രസ് ഇടുന്നെങ്കിൽ എപ്പോ ഇട്ട് ചേട്ടാ ഡ്രസ് ഇട്ടോ നമ്മുടെ വണ്ടിയാണോ പോയത് ഈരണ നീ മുട്ടയൊക്കെ മാറ്റി ഡ്രസ് ഇട്ടിട്ട് വന്നേ ഓമാര് എത്ര പേരുണ്ട് ഈ വീക്ക് സിറ്റിയില് ആകെ 3 6 2 8 പേരുള്ള 8 പേരുടെ കൊണയല്ല അവന്മാർക്ക്